കാസർഗോഡ് വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്ന 16-കാരിയെ പീഡിപ്പിച്ച കേസിൽ 25-കാരിക്കെതിരെ പോലീസ് കേസെടുത്തു. തളിപ്പറമ്പ് പുളിപ്പറമ്പ് സ്വദേശി സ്നേഹ മെർലിനെതിരെയാണ് മേൽപ്പറമ്പ് പോലീസ് പോക്സോ വകുപ്പ് പ്രകാരം കേസെടുത്തത്. പ്രതിക്കെതിരെ സഹോദരങ്ങളായ ആൺകുട്ടിയെയും പെൺകുട്ടിയെയും പീഡിപ്പിച്ചതടക്കം 4 കേസുകൾ നിലവിലുണ്ട്. ഫൈസലാണ് ചേരുന്നത്. ഫൈസൽ, അത്ര കണ്ട് കേട്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു കുറ്റകൃത്യങ്ങളൊക്കെയാണ്. എന്താണ് വിവരങ്ങൾ? അമ്പിളി, അതുതന്നെയാണ് ഇവർ ഈ പറയുന്ന പ്രതി. തളിപ്പറമ്പ് പുളിപ്പറമ്പ് സ്വദേശി സ്നേഹ മെർലിനെതിരെയാണ് ഇപ്പോൾ മേൽപ്പറമ്പ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ സംഭവം നടക്കുന്നത് കുറച്ചു മാസങ്ങളായി. ഇപ്പോൾ ഈ പെൺകുട്ടി ഈ സംഭവം ജ്യേഷ്ഠത്തിയോട് പുറത്ത് പറഞ്ഞതോടുകൂടിയാണ് ഈ സംഭവം പുറത്തറിയുന്നത്. 16-കാരിയാണ് 25 വയസ്സുള്ള ഈ സ്നേഹ മെർലിൻ പീഡിപ്പിച്ചത്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ നേരത്തെയും പോക്സോ കേസ് അടക്കം 4 കേസുകൾ ഈ യുവതിക്കെതിരെ ഉണ്ട്. അതായത് ഒന്ന് സഹോദരങ്ങളായ 2, ഒരു ആൺകുട്ടിയെയും പെൺകുട്ടിയെയും പീഡിപ്പിച്ച കേസ്, ഒപ്പം തന്നെ തളിപ്പറമ്പിലെ CPI നേതാവ് കോമത്ത് മുരളിയെ മർദ്ദിച്ച കേസടക്കം, അങ്ങനെ പോക്സോ കേസ് അടക്കം ഈ മെർലിനെതിരെ ഇപ്പോൾ കേസുകളുണ്ട്. മേൽപ്പറമ്പ് പോലീസ് അന്വേഷണം തുടരുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ മെർലിനെ അറസ്റ്റ് ചെയ്തിട്ടില്ല. കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതിനുശേഷമായിരിക്കും അറസ്റ്റിലേക്ക് നീങ്ങുക എന്നാണ് അറിയാൻ കഴിയുന്നത്. മാസങ്ങൾക്ക് മുമ്പുള്ള കേസാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി സംബന്ധിച്ചുള്ള വിശദമായ ഒരു അന്വേഷണം നടത്തും. അതിനുശേഷമായിരിക്കും അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് കടക്കുക എന്നാണ് ഇപ്പോൾ മേൽപ്പറമ്പ് പോലീസ് പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ കുട്ടി വലിയ മാനസിക ആഘാതത്തിലായിരുന്നു. അതിനുശേഷം കുറച്ചു കാലം ഷെൽട്ടർ ഹോമിലൊക്കെ ഈ കുട്ടിയെ പാർപ്പിച്ച ഒരു അവസ്ഥയിലേക്ക് നീങ്ങിയിരുന്നു. നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ കുട്ടിയുടെ അമ്മയുടെ സുഹൃത്താണ് ഈ പെൺകുട്ടി, യുവതി, ഈ പ്രതി. അങ്ങനെയാണ് ഈ പെൺകുട്ടി വീട്ടിലെത്തുന്നതും വീട്ടിൽ ഇടയ്ക്ക് താമസിക്കാറൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ പെൺകുട്ടിയെ, ഈ 16 വയസ്സുകാരിയെ പീഡിക്കുന്ന അവസ്ഥയിലേക്ക്. കണ്ടല്ലോ, നമ്മളെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണിത്. സാധാരണ ഇത്തരം വാർത്തകളിലൊക്കെ പ്രതികളെന്ന് പറയുന്നത് പുരുഷന്മാരാണ്. എന്നാൽ പീഡനങ്ങൾക്ക് ലിംഗഭേദമില്ലെന്നും കുട്ടികളെ ചൂഷണം ചെയ്യാൻ സ്ത്രീകൾ പോലും മുന്നിലുണ്ടെന്നുമുള്ള കൈപ്പേറിയ യാഥാർത്ഥ്യമാണ് ഈ അനുഭവം കാണിച്ചു തരുന്നത്. സ്വന്തം വീട്ടിൽ പോലും കുട്ടികൾ സുരക്ഷിതരല്ല എന്ന അവസ്ഥ വരുമ്പോൾ മാതാപിതാക്കൾ കൂടുതൽ ജാഗ്രത പുലർത്തിയേ മതിയാകൂ. പരിചിതരോ അപരിചിതരോ ആയ ആര് വീട്ടിൽ വന്നാലും കുട്ടികളുടെ പെരുമാറ്റത്തിലും മാനസികാവസ്ഥയിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ കൃത്യമായി ശ്രദ്ധിക്കണം. ഇവിടെ പ്രതി എന്ന് പറയുന്നത് കുട്ടിയുടെ അമ്മയുടെ കൂട്ടുകാരിയാണ്. അപ്പൊ അത്രത്തോളം സ്വന്തം ആ സ്ത്രീക്ക് അവിടെ കൊടുത്തിരുന്നു. ആ സ്ത്രീ അത് ദുരുപയോഗം ചെയ്തതാണ്. അതുകൊണ്ട് മാതാപിതാക്കൾ വളരെയേറെ ജാഗ്രത ആയി ഇരിക്കേണ്ട ഒരു കാലമാണിത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.